വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിലെ താരീഖിലെ 1ാം പാഠമായ ദഅവത്തിന്റെ ആരംഭം എന്ന പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. 3 വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത്. അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. ആദ്യമായി വിശ്വസിച്ചവർ പുരുഷന്മാരിൽ അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ അലി ഇബ്നു ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു. ഇനി തദ്രീബാത്ത് നോക്കാം. 1. ഉത്തരമെഴുതാം. ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ? രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. രഹസ്യക്ഷണം കാരണമായി എന്തു സംഭവിച്ചു? രഹസ്യക്ഷണത്തിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. 3. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം? ഉത്തരം: അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. പിതാക്കളുടെ പേരുകൾ വ്യക്തമാക്കാം. 1. ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പേര് ഖുവൈലിദ് റളിയല്ലാഹു അൻഹു. 2. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു. 3. സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് ഹാരിസ റളിയല്ലാഹു അൻഹു. 4. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു.